ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മിയുടെ പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അങ്ങനെ മേഘനാഥം കാരണം മഞ്ജുവിൻ്റെ ജോലി എന്തായാലും പോയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറിൻ്റെ അടുത്ത് പോയിട്ട് വേറെ എവിടെയെങ്കിലും ജോലി ശരിയാക്കി തരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ മാനേജർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്, ഇവൾ എന്തായാലും മുറച്ചക്കനെയൊക്കെ കല്യാണം കഴിച്ചിട്ട് വേറൊരുത്തൻ്റെ കൂടെ പോയതല്ലേ, അതുകൊണ്ട് ഇവളെന്തായാലും അത്ര നല്ലൊരു പെണ്ണായിരിക്കില്ല, എന്തായാലും ഇവളെ ഒന്ന് വളച്ചിട്ട് എൻ്റെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് എന്ത് ചെയ്യുന്നു, ശൃംഗരിക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവളോട് പറയുന്നത്, നിനക്ക് എന്തായാലും ജോലി ഞാൻ ശരിയാക്കി തരാം, പക്ഷേ ഒരു പാലമിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമല്ലോ, അപ്പോൾ നീ എന്ത് ചെയ്യേണ്ടി വരും, എൻ്റെ ഇഷ്ടങ്ങൾക്ക് നിന്ന് തരേണ്ടി വരും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ മഞ്ജുവിന് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. മഞ്ജു നല്ല രീതിക്ക് കരണക്കുറ്റി നോക്കി ഒരു അടി അങ്ങ് കൊടുക്കുന്നുണ്ട്. അത് കിട്ടിയോടെ തന്നെ അവൻ്റെ എല്ലാ സൂക്കേടങ്ങ് മാറിപ്പോകുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നീ എന്താടി എന്നെ അടിച്ചില്ല, ഇനി ഇവിടെ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന എനിക്കൊന്ന് കാണുമെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ഒരു ജോലി ഇല്ലെങ്കിലും ഞാൻ വീട്ടിലിരുന്നോളും, എന്തായാലും നിന്നെ പോലുള്ള ഒരുത്തൻ്റെ കൂടെ എന്തായാലും നിൽക്കാൻ ഞാൻ തയ്യാറല്ല, എന്തായാലും ഞാൻ അങ്ങനെ ഒരു പെൺകുട്ടിയല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മഞ്ജു പറയുന്നത്, നിൻ്റെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാ സ്ത്രീകളെയും അങ്ങനെയാണെന്ന് നീ കരുതേണ്ട എന്നൊക്കെ പറഞ്ഞ് നല്ല പഞ്ച് ഡയലോഗുകളൊക്കെ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോരുന്നുണ്ട്. വീട്ടിലെത്തിയിട്ടുള്ള മഞ്ജു ആണെങ്കിൽ സാഗറിനെ കണ്ടപ്പോൾ സാഗറിനോട് ചോദിക്കുന്നുണ്ട്, എന്താ സാഗരേട്ട വേഗം പണി കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സാഗർ പറയും, ആ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ മഞ്ജുവിനോട് തിരിച്ചും ചോദിക്കും. അപ്പം മഞ്ജു പറയും, ഇന്ന് നേരത്തെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നാളെ തൊട്ട് വീട്ടിൽ തന്നെ ഇരിക്കാമല്ലോ ഫ്രീ ആയിട്ടെന്നൊക്കെ പറയുമ്പോൾ മഞ്ജുവിനോട് സാഗർ ചോദിക്കും, എന്താ ജോലി പോയോ എന്ന് ചോദിക്കുമ്പോൾ മേഘനില്ലേ, അവൻ അവിടെയും വന്നു, എന്നിട്ട് എൻ്റെ ജോലി കളഞ്ഞു, അവനും മാനേജറും നല്ല ഫ്രണ്ട്സാണ്, അപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, അവൻ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവിടുത്തെ ജോലി എൻ്റെ കളയിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം സാഗറും മഞ്ജുവിനോട് പറയും, എടോ എൻ്റെ ജോലിയും പോയിടോ, ഇന്ന് ഞാൻ വർക്ക് സൈറ്റിൽ പോയപ്പോൾ അവിടെ മഹാലക്ഷ്മി ഏട്ടത്തിയും പിന്നെ ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ എന്ത് ചെയ്ത് തന്നെ അവിടെ നിന്നും പുറത്തേക്കാക്കി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മേഘനെ പോലെ തന്നെ നമ്മളെ ജീവിക്കാൻ അനുവദിക്കാതിരിക്കുകയാണോ ഈ ഏട്ടനൊക്കെ എന്നിങ്ങനെ സാഗറിനോട് പറയുന്നുണ്ട്. എന്നിട്ട് സാഗറിനോട് മഞ്ജു പറയും, ഞാൻ എന്തായാലും അവരൊന്ന് പോയി കാണട്ടെ, എന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് പറയണം, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ണൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. കണ്ണൻ്റെ അടുത്തേക്ക് പോയതിനു ശേഷം കണ്ണൻ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്, നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ മഞ്ജു പറയുന്നുണ്ട്, എന്നെയും എൻ്റെ സാഗരേട്ടനെയും ജീവിക്കാൻ ഒന്ന് അനുവദിച്ചൂടെ, സാഗരേട്ടൻ ഒരു പണിയില്ലാതായപ്പോഴാണ് ആ ഒരു സൈറ്റിലേക്ക് ജോലിക്ക് വന്നത്, എന്തിനാ അവിടെ നിന്ന് ഞങ്ങളെ അടിച്ച് പുറത്താക്കുന്നത്, ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, ഏട്ടൻ എന്താ വിചാരിക്കുന്നത്, സാഗരേട്ടൻ്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ല ഞാൻ ഏട്ടൻ്റെ അടുത്ത് വരുന്നു, അങ്ങനെ ഒരിക്കലും ആരും വിചാരിക്കണ്ട, ഞാൻ എന്തായാലും ജീവിക്കാൻ പറ്റില്ല, ഇനി എൻ്റെ മുമ്പിൽ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ, അത് മരിക്കുക, അത് മാത്രമായിരിക്കും, അല്ലാണ്ട് ഞാൻ ആരുടെ അടുത്ത് ഇനി വരാൻ പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട്. കണ്ണനോട് പറയുന്ന സമയത്ത് നിന്റെ മഹാലക്ഷ്മി വരുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മിനോട് പറയുന്നത്, എന്തിനാ ഏട്ടത്തി സാഗരേട്ടനെ അവിടെ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോൾ മഹാലക്ഷ്മി പറയും, അവിടെ ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ എനിക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും പറയുന്നു. അപ്പോൾ കണ്ണൻ പറയും, അത് മാത്രമല്ല തോമസ് സാർ അയാൾ തിരിച്ചെടുക്കാത്ത അയാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കില്ലേ, അപ്പോൾ അയാൾ തെളിയട്ടെ, ആ തെറ്റുകളെല്ലാം മാറി അയാൾ നല്ലവനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങളെ ജോലിക്ക് കൊടുക്കുക എന്നൊക്കെ തിരിച്ച് മഞ്ജുവിനോട് പറയുന്നുണ്ട്. അപ്പം മഞ്ജു പറയുന്നുണ്ട്, സാഗരേട്ടനും ഞാനും ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം സാഗരേട്ടൻ ഒരു രീതിയിലുള്ള തെറ്റുകളും ചെയ്തിട്ടില്ല, അതെനിക്ക് നല്ലപോലെ അറിയാം, അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ തിരിച്ച് പറയുന്നുണ്ട്. മേഘൻ ഞങ്ങളെ ഒരു രീതിയിലും ജീവിക്കാൻ അനുവദിക്കുന്നില്ല, അതിൻ്റെ കൂടെ ഏട്ടനെയും കൂടി ഇങ്ങനെ തുടങ്ങല്ലേ, അവനെ പോലെ ഏട്ടനെയും ഇങ്ങനെ തരം താഴ്ന്ന കാര്യങ്ങളൊന്നും ചെയ്യല്ലേ, ഇന്ന് തന്നെ ഞാൻ ഈ ജോലിക്ക് പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ആ മേഘൻ അവിടെ വന്നിട്ട് ആ മാനേജറിനെ കണ്ടിട്ട് എൻ്റെ ജോലി അവിടെ നിന്ന് ഇല്ലാതാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എന്താ ചെയ്യേണ്ടത് എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല, എന്തായാലും ജീവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ കണ്ണനോട് പറയുന്നുണ്ട്. എന്നിട്ട് കരഞ്ഞോട് കണ്ണൻ്റെയും മഹാലക്ഷ്മി ഏട്ടത്തിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങ് ഇറങ്ങി പോകുന്നുണ്ട്. അപ്പം മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട്, വേണ്ടായിരുന്നു, സാഗറിനെ അവിടെ നിന്ന് പുറത്താക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ കണ്ണൻ പറയുന്നത്, അതേടോ ഞാൻ പറഞ്ഞതല്ലേ അയാൾ അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കണ്ണൻ മഹീനോട് പറയുന്നുണ്ട്, ആ കഞ്ചാവ് കേസിൽ അയാളെല്ലാം പ്രതി അഥവാ മേഘനാണ് ഇതൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അയാളെ ഒന്നും ചെയ്യണ്ട, ഇനി അവർ ജീവിക്കട്ടെ, നമുക്ക് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ മഹിയും അത് തന്നെ തിരിച്ച് കണ്ണനോട് പറയുന്നുണ്ട്. സാഗറിനെ കുറ്റക്കാരനെല്ലാം തെളിഞ്ഞു കഴിഞ്ഞാൽ കണ്ണനും മഹിയും എന്തായാലും സാഗറിനെയും മഞ്ജുവിനെയും സഹായിക്കുന്നൊക്കെ നമുക്ക് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. മറ്റൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.